നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ ഷിപ്പിൻ്റെ അതാ ഏറ്റവും ടോപ്പിലുള്ള സാധനം മാത്രമേ കാണുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ വെള്ളം ഫില്ല് ചെയ്യാണ്, അതങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. 20 million gallons of water ആണ് ഫില്ലാവാൻ പോണത്. എത്ര? 20 million gallons of water ആണ് ഫില്ലാണത്. ഇതിന്റെ ഫ്രണ്ടൊന്നും ആദ്യം കാണണേ ഉണ്ടായിരുന്നില്ല അല്ലേ? Now you can see the name of the boat, name of the ship. അതിൽ വെച്ച് നമുക്കത് ഇങ്ങനെ പൊന്തണത് കാണാൻ പറ്റും. ഹെയ്ഡൽബറ. അച്ഛനത് അറിയില്ല, അതുകൊണ്ട് എന്താ ഇത് പൊന്തണത് കാണുന്നുണ്ടാവില്ല. നീ കണ്ടായിരുന്ന വെള്ളം നിറയ്ക്കുന്നേ? എവിടുന്ന്? ഇതാ നോക്ക്, ആറന്നെയാ മെറ്റീരിയൽസ്, ഹെയ്ഡൽബർഗ് മെറ്റീരിയൽസ്. നമ്മളെ അവിടെ വെച്ച് വന്നിരുന്നെങ്കിൽ അവിടെ മുകളിൽ നിന്ന് കാണാമായിരുന്നു. അവിടെ നിന്നും ആദ്യം ഇതിന്റെ ഫ്രണ്ട് ഒന്നും നമുക്ക് കണ്ണാ, ഇനി അവിടെയല്ലേ ഓപ്പൺ ആവാ? അത് നോക്കാം. ഷിപ്പ് മോനേട്ടാ, ഇതിങ്ങനെ പൊന്തണത് കാണുന്നുണ്ടോ? ഇതുണ്ടോ പേര് കണ്ടോ? ഇതൊന്നും കാണണ്ടായിരുന്നില്ല. ഹെയ്ഡൽബർഗ് മെറ്റീരിയൽസ്. അതിൽ നോക്കിയാൽ കാണാം, പൊന്തണത് അറിയാൻ പറ്റും. ഇത് തുറക്കും. ഞാൻ വിചാരിച്ചേ അത്രേ ഉള്ളൂ ഷിപ്പ് വന്ന സമയത്ത്, ഓൺലി ദാറ്റ് മച്ച്. ഇങ്ങനെ പോണ അതാണ്. ദാറ്റ് ടൈം വി ക്യാൻ സീ ഓൺലി ദാറ്റ് പോർഷൻ. നോ ഇത് നമ്മൾ തുടക്കത്തിൽ വെച്ചോണ്ടിരുന്നപ്പോ ഇറ്റ് വാസ് അണ്ടർ. സീ ധനു, ഇറ്റ് ഈസ് മൂവിങ് ഫോർവേഡ് അല്ലേ? അല്ല, ഒരു സ്ഥലത്ത് നിൽക്കുകയല്ലല്ലോ. Right now it's stationary. Ah. Once the
അതുവരെ പൊങ്ങി നോക്കൂ. എത്ര ഉയരയായി അപ്പ. നോക്ക്, നമുക്കിപ്പോ അവിടുത്തെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. തുറന്ന അയ്യയ്യയ്യേ ധനു, അത് ഓപ്പൺ ആവണം, നമ്മൾ നോക്കണം വിചാരിച്ചു. കുഴപ്പമില്ല. അയ്യേ, ഇനിയും നമ്മൾ പോണത് ഈ ലോക്കിന്റെ അതേ കൂടിയാണ്. ആണോ? ഈ ഒരു ഷിപ്പ് കണ്ടോ? അയ്യേ, കണ്ടിട്ടോ? അയ്യടാ. അല്ല ഹലോ, ഈ ഒരു ഷിപ്പ് ഇതവിടെ കണ്ടില്ല, ഇത് അങ്ങനെ താന്നിരുന്ന ഷിപ്പാണ്. ഇത് അങ്ങനെ ഈ ഒരു ഏരിയ കൊണ്ടുവന്നിട്ട് ഇതിപ്പോ ഓപ്പണായി. ഇത് ഇവരങ്ങനെ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഈ ഷിപ്പ് താന്ന് അങ്ങനെ മുകളിൽ ഒന്നും എന്താ, എന്നിട്ട് അപ്പുറത്തേക്ക് പോവുക. ഇത് വളരെ താഴ്ന്ന ലെവലായിരുന്നു. ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്നിട്ട് ഈ ഷിപ്പ് താഴ്ത്തുന്ന അങ്ങനെ മുകളിലേക്ക് വിട്ടാം മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ഓപ്പണായി. ഇപ്പോഴാണ് ഒരു ഗേറ്റ് മാതിരി സ്ഥലത്ത് ഓപ്പണായി. ഈ ഷിപ്പ് അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് മൂവ് ചെയ്ത് ഇതിപ്പോ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത ഷിപ്പ് വരുമ്പോൾ ഇതുമാതിരി കയറ്റിയിട്ട് കംപ്ലീറ്റ് വെള്ളം ഫില്ല് ചെയ്തിട്ട് താഴത്തുന്ന ഷിപ്പിനെ അങ്ങനെ മുകളിലേക്ക് ആ ലെവലിലേക്ക് കൊണ്ടുവരും. ഇത്ര നേരം ഇത് ലോക്കായിരുന്നു, ഇപ്പോൾ ആ ഗേറ്റ് ഇവിടെ ഓപ്പണായി. ഇതാണ് ഷിപ്പ് സംഭവം. വേണ്ട മൂവ് ചെയ്തു, ഇപ്പോൾ മൂവ് ചെയ്തു. കംപ്ലീറ്റ് താഴ്ന്നു കിടക്കായിരുന്നു. ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ട് മുകളിൽ വന്നു. നമ്മൾ വന്നപ്പോ ആ ഒരു പാർട്ട് മാത്രമേ നമ്മളെ. ഇതാണ് ഞാൻ പറഞ്ഞ ഷിപ്പ്. ഇത് അങ്ങനെ താഴ്ന്ന ഷിപ്പാണ്. ഇതൊരു സ്ഥലത്ത് കൊണ്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് മാറ്റുണ്ടെങ്കിൽ അവരങ്ങനെ വെള്ളം ഫില്ല് ചെയ്തിട്ട് ആ ലെവല് വലിയ മുകളിലേക്ക് ആക്കും. അങ്ങനെ എന്താണ് കപ്പൽ വളരെ താഴ്ന്ന ഭാഗത്തുനിന്ന് കൊണ്ടാണ് അത് മുകളിലേക്ക് ലെവലിലേക്ക് ഇതാകുമ്പോൾ അങ്ങനെ വെള്ളം ഫാസ്റ്റായി ഫില്ല് ചെയ്യും വെള്ളം. എന്നിട്ട് അങ്ങനെ ആ ലെവല് വരെ വെള്ളം പൊക്കിയിട്ട് എന്നിട്ടാണ് ഷിപ്പ് മൂവ് ചെയ്യുക. മൈക്കലാണടാ. കാണുമ്പോഴേ അറിയില്ല, ഇങ്ങനെ പറഞ്ഞാല് ശരിക്കും മനസ്സിലാവില്ല. ഈ വെള്ളം ഇതാ നോക്ക് മനോട്ടാ, ഈ വെള്ളം നമുക്ക് വന്നപ്പോ കാണാൻ പറ്റണ്ടായിരുന്നില്ല. വെള്ളം കണ്ടു, ഇതൊന്നും കാണുകയില്ലേ നേരത്തെ. ഈ വെള്ളം ഇപ്പൊ ഫില്ല് ചെയ്തതാ. അങ്ങനെ അത്ര അടിയിലാണ്. ആദ്യത്തെ ഒരു വീഡിയോ ഇട്ട് തരാം, വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി അത് ഡോർ ലോക്ക് ആവുമ്പോ അറിയാം. കണ്ണ ഇതിന്റെ പേരേ മൈക്കിൾ സ്പിരിറ്റ് ആണോ? 30 സെക്കൻഡ് ടൈം ലാപ്സ് വീഡിയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷിപ്പ് ഇങ്ങനെ ഇതാ പോയി. ഇനിയിപ്പോൾ അത് ലോക്കാവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഗേറ്റൊക്കെ നമ്മുടെ ഊട്ടറ ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് അടയ്ക്കുമാതിരി അങ്ങനെ ഗേറ്റ് അടയ്ക്കും. എന്നിട്ട് വെള്ളം അങ്ങനെ ഈ ഇത്രയും ഹൈ ലെവലിലുള്ള വെള്ളം അങ്ങനെ നമ്മൾ വന്നപ്പോ ആ മുകളിലുള്ള സാധനം മാത്രമാണ്. അതെ, നമ്മളെ ആ മുകളിലത്തെ പാർട്ട് മാത്രമേ കാണുമായിരുന്നത്. ശരി, ഇന്നത്തെ തള്ളല് പോരെ.
അതെ അതെ എന്താ ഇത് ഇടയ്ക്ക് നീ ഡ്രൈവ് ചെയ്ത് പോവല്ലോ, അപ്പം ഇത്തിരി ഒന്ന് കേട്ടിട്ട് ഒന്ന് പൊക്കോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഉറക്കമൊക്കെ പോവുമല്ലോ. ശരി, അത് നിക്ക് ഇത് ലോക്ക് ഏതാണ് എത്ര ഷിപ്പ് എഴുതി വെക്കാൻ അടുത്ത ലോക്കിൽ പോകുമ്പോൾ വീണ്ടും അടുത്ത ലോക്കിൽ ശരിടാ. ഈ വെള്ളം നമ്മൾ വന്നപ്പോൾ നമുക്കത് കാണാനേ പറ്റും. ഇത്രയും വെള്ളം ഫില്ല് ചെയ്തതാണ്. ഈ വെള്ളം ഫില്ല് ചെയ്തിട്ടാണ് ഷിപ്പ് ഇങ്ങനെ. ആ ലോക്കാവണ്ടേ, ഓപ്പൺ ആയത് കണ്ടില്ല. ഇനി ആ ഡോറ് ഇത് അപ്പുറത്ത് കടന്ന ശേഷം ഇത് ഡോർ ലോക്കാവും. ഓക്കെ അല്ലേ? പോവാനാ? ഞാൻ കണ്ടില്ല. ഇപ്പോ അത് ലോക്കാവൂടാ. ശേ, ആദ്യം അത് ഓപ്പൺ ആവണത് കാണണമായിരുന്നു. വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ 2 ഡോറും ലോക്ക് ആയിരിക്കും. ഏത് മനസ്സിലായോ? എന്നിട്ട് ഫില്ല് ഒരു ലെവൽ എത്തുമ്പോൾ മാത്രമേ മറ്റേത് ഡോർ ഓപ്പൺ ആക്കുകയുള്ളൂ. ഈ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റിലെ ബ്ലാക്ക് ബ്ലോക്സ് ഉണ്ട്, അതാണ് ഡോറ്. അത് ഓബിയസ്ലി അത് അറിയില്ല, കാരണം അത് ഷിപ്പിന് അങ്ങനെ പോകണ്ടേ, മതിലോട് ഇങ്ങനെ ചേർന്ന്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴും, തിരിഞ്ഞ് വണ്ടിയിലെത്തിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഡോർ അടച്ചിട്ടുണ്ടാവും.